എല്ലാവർക്കും നമസ്കാരം. സ്പിരിറ്റ് ഓഫ് ശാസ്ത്രയുടെ 28ാം എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ എല്ലാ ദിവസത്തെയും പോലെ കാലത്ത് തന്നെ ഈ എപ്പിസോഡിന് വേണ്ടി തയ്യാറായി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കഴിഞ്ഞ ദിവസം നമ്മൾ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡും കുറേയധികം ആചാരങ്ങളിലേക്ക് നമ്മൾക്ക് ഒന്നെത്തി നോക്കാം. എന്തൊക്കെയാണ് ശബരിമലയിലെ ആചാരങ്ങൾക്ക്, അതിൻ്റെ തത്വം എന്താണ്, എന്ത് സങ്കല്പത്തിലാണ് ഓരോ ആചാരങ്ങളും അയ്യപ്പന്മാർ അനുഷ്ഠിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിലും ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തിനാണ് വൃശ്ചിക മാസം തന്നെ അയ്യപ്പ മലയ്ക്ക് ഉള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ശബരിമലയിലെ തീർത്ഥാടനം എന്തിനാണ് ശരിക്കും വൃശ്ചിക കാലത്ത് തന്നെ ആരംഭിക്കുന്നത്. മറ്റ് എത്രയോ കാലങ്ങൾ ഉണ്ടായിട്ടും വൃശ്ചിക മാസം തന്നെ എന്തിനാണ് മാലയിടാൻ തിരഞ്ഞെടുത്തതെന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു ശാസ്ത്രീയതയുണ്ട്. കാരണം ജ്യോതിശാസ്ത്ര പ്രകാരം മകരം മുതലുള്ള 6 മാസം ഉത്തരായണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുക. ഇത് ദേവന്മാരുടെ കാലമായിട്ടാണ് അറിയപ്പെടുക. ആ സമയത്താണ് ശരിക്കും നമ്മൾക്ക് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നവീകരണവും പ്രതിഷ്ഠയും അഷ്ടബന്ധ കലശം മുതലായവ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നത് ഈ 6 മാസ കാലത്താണ്, ഉത്തരായന കാലം. അതിനുശേഷം വരുന്ന ദക്ഷിണായന കാലഘട്ടത്തിൽ ഈ പറയുന്ന ദേവകർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല. അത് പിതൃകർമ്മങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ആ 6 മാസം ഉണ്ടാവാറ്. ഇപ്പം മനുഷ്യരുടെ 365 രാവും പകലും ചേരുന്ന ഒരു വർഷം ദേവന്മാർക്ക് ഒരു രാവും പകലുമാണെന്ന് നമുക്കറിയാലോ. പിതൃകളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ, നമ്മൾ ഭൂമിയിൽ വസിക്കുന്ന നമ്മുടെ ഒരു മാസമാണ് പിതൃക്കൾക്ക് ഒരു ദിവസം. എന്നാൽ ഭൂമിയിലെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ അമാവാസി ദിവസത്തിലും അമാവാസി നാളിലും പിതൃതർപ്പണം ചെയ്താൽ പിതൃക്കൾക്ക് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ വൃശ്ചികം 1 മുതൽ മണ്ഡല കാലഘട്ടം ആരംഭിക്കും. അത് ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തം ആയിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞു വരുന്നത്. ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ ത്രൈരാശിക പദ്ധതി എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുക. അതായത് രാത്രിക്ക് ശരിക്കും 4 യാമങ്ങളുണ്ട്. ആദ്യ യാമത്തിൻ്റെ ആദ്യ പകുതി ജ്യേഷ്ഠകാലം, അതുപോലെ 4ാമത്തെ യാമമായ ഒടുവിലത്തെ യാമം, ആ 4ാമത്തെ യാമത്തിൻ്റെ 2ാം പകുതി പ്രബോധനകാലം. അപ്പം 4 യാമത്തിൽ ആദ്യത്തെ യാമത്തിൽ തുടക്കത്തിൻ്റെ പകുതി, ആദ്യ പകുതിയെ ജ്യേഷ്ഠകാലം എന്നും, അവസാനത്തെ യാമത്തിൽ അവസാന പാദം അല്ലെങ്കിൽ അവസാന പകുതി 2ാം പകുതി പ്രബോധനകാലം. ഈ 2 തുടക്കമുള്ളതും ഒടുക്കമുള്ളതും ആദ്യ പകുതികളും ആ പകുതികൾ മാറ്റും. ആ 2 യാമങ്ങളെയും ചേർത്ത് ഒരു യാമമായി കണക്കാക്കി അതിനെ നീക്കം ചെയ്തിട്ട് ശേഷിക്കുന്ന 3 യാമങ്ങളാണ് രാത്രിയായി. അതുകൊണ്ടാണ് രാത്രി 3 യാമങ്ങളെയാണ് ശരിക്കും കണക്കിലെടുക്കുക. അപ്പോൾ യാമം 2 രീതിയിലാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. ഒന്നാമത്തത് രീതി ഏതാണെന്ന് പറഞ്ഞാൽ ഒരു പകലിന് 4 യാമം, രാത്രി 4 യാമം, അങ്ങനെ മൊത്തം 8 യാമം. ഇത് ഒരു രീതി. രണ്ടാമത്തെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ രാവും പകലും കൂടെ 6 യാമങ്ങൾ, രാവും പകലും കൂടെ 6 യാമങ്ങൾ. ഈ യാമങ്ങൾക്ക് പേരും ജ്യോതിശാസ്ത്രത്തിൽ നൽകിയിട്ടുണ്ട്. ശ്രീ ദുർഗ, പാർവതി, ഗൗരി, ഭദ്രകാളി, സരസ്വതി, അങ്ങനെ 6 യാമങ്ങൾ. ശ്രീ, ദുർഗ, പാർവതി, ഗൗരി,
സരസ്വതി, അങ്ങനെ ഭദ്രകാളി, സരസ്വതി, അങ്ങനെ 6 യാമങ്ങൾ. ഒരു 6 യാമങ്ങൾ. അപ്പോൾ ഒരു 4 മണിക്കൂർ, ആദ്യത്തെ 4 മണിക്കൂർ ശ്രീ, അടുത്ത 4 മണിക്കൂർ ദുർഗ, അങ്ങനെ അടുത്ത 4 മണിക്കൂർ പാർവതി, അടുത്ത 4 മണിക്കൂർ ഗൗരി, അടുത്ത 4 മണിക്കൂർ ഭദ്രകാളി, അടുത്ത 4 മണിക്കൂർ സരസ്വതി, അങ്ങനെ 6 ഗുണം 4 24 മണിക്കൂർ. അങ്ങനെയാണ് ജ്യോതിശാസ്ത്രത്തിൽ രണ്ടാമത്തെ രീതിയിൽ യാമങ്ങളെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ദിവസങ്ങളെ വിഭജിച്ച് വെച്ചിട്ടുള്ളത്. സരസ്വതി യാമം തുടങ്ങുന്നത് വെളുപ്പിന് 2 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള ആ 4 മണിക്കൂർ കാലഘട്ടമാണ്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്ത്രീ ചൈതന്യമാണ് സരസ്വതി എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ മുഹൂർത്തത്തിന് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ വിധത്തിലുള്ള മൈഥുനത്യാഗം ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കാലഘട്ടം, ഈ വൃശ്ചികം എന്നുള്ളത് എന്തിന് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഉത്തരായന കാലഘട്ടത്തിലെ ആദ്യ പകുതി വരുന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തം വരുന്നത് ഈ പറയുന്ന വൃശ്ചികം 1 മുതൽ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ബ്രാഹ്മമുഹൂർത്തം. ജനുവരി 14 ശേഷം അവിടെ ഉത്തരായനം ആരംഭിക്കുന്നു. അപ്പോൾ ദിവസം ആരംഭിക്കുന്നത്, ഇപ്പോൾ ദേവന്മാരുടെ ഒരു ദിവസം കണക്കിലെടുത്ത് നോക്കിയാൽ സൂര്യോദയം നടക്കുന്നത് എപ്പോഴാണ്? സൂര്യോദയം വരെയുള്ളതാണ് സരസ്വതി യാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യോദയം നടക്കുന്നത് ജനുവരി 14 അപ്പോൾ ജനുവരി 14 ദേവന്മാരുടെ മണ്ഡലത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് മുൻപേയുള്ള കാലഘട്ടം, ജനുവരിക്ക് ഇപ്പുറത്തുള്ള കാലഘട്ടം, അതാണ് വൃശ്ചികം 1 മുതൽ ജനുവരി 14 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം ദേവന്മാരെ സംബന്ധിച്ചിട്ട് ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പോൾ നമ്മൾ വൃശ്ചികത്തിൽ മാലയിടുന്നതിൻ്റെ ശാസ്ത്രീയത എന്താണെന്ന് പറഞ്ഞാൽ, ദേവലോകത്ത് അത് ബ്രഹ്മമുഹൂർത്തമാണ്. ഇവിടെ ഭൂമിയിലും നമ്മൾ ആ ദേവന്മാരുടെ ഉപാസനയ്ക്ക് തുല്യമായി നമ്മളിവിടെ ഭൂമിയിൽ മനുഷ്യരും ഈ സമയത്ത് തന്നെ അയ്യനെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെ ഉപാസിക്കുന്നു. അപ്പം ഇതാണ് ശരിക്കും ശബരിമല ഉപാസനാ കാലഘട്ടത്തിൻ്റെ ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയത, അല്ലെങ്കിൽ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വൃശ്ചികം എന്ന് പറഞ്ഞത് വെറുതെ ഒരു കാലഗണന പ്രകാരം ഉണ്ടാക്കിയതല്ല. അത് ഈ പറയുന്ന പോലെ ജ്യോതിശാസ്ത്ര പ്രകാരം ദേവലോകത്ത് അല്ലെങ്കിൽ ദേവമണ്ഡലത്തിൽ ദേവന്മാരുടെ ദിവസത്തിലെ ബ്രാഹ്മമുഹൂർത്തം, ആ കാലഘട്ടം താഴെ ഭൂമിയിൽ വരുന്ന സമയത്താണ് ശരിക്കും ശബരിമലയിലെ തീർത്ഥാടനം തീരുമാനിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും ശാസ്ത്രീയപരമായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഉപാസനാ പദ്ധതികൾ പോലും ഡിസൈൻ ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ തന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന ആ വ്രതം, മണ്ഡലവ്രതം എത്ര പവിത്രമാണ്. കാരണം ദേവലോകത്തുള്ള ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം ശരിക്കും ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തമാണ് നമ്മൾ ഈ ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ അത് മകരവിളക്കിനോട് അനുബന്ധിച്ചിട്ട് അവിടെ സൂര്യോദയം അടുത്ത 6 മാസം വരെ എന്താണ് പുണ്യകാലങ്ങൾക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്ന രീതിയിലേക്ക് ഞാൻ എന്നെ തയ്യാറാക്കുന്നതാണ് ശരിക്കും ഈ ഒരു ശബരിമല തീർത്ഥാടനം. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ മാലയിട്ട് കറുപ്പെടുത്ത് ഈ മരം കൊച്ചുന്ന തണുപ്പിൽ, വൃശ്ചിക തണുപ്പിൽ നമ്മൾ ഇട്ട് മകരവിളക്കിന് അയ്യനെ കാണുന്നതല്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ ഉപചാരങ്ങളിൽ അല്ലെങ്കിൽ ഈ ആചാരങ്ങളിൽ ഒരുപാട് ശാസ്ത്രീയത നമ്മുടെ ഋഷീശ്വരന്മാർ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാലും നമ്മളിത് പരിശോധിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇതെല്ലാം 100% അറിഞ്ഞ് ആചരിക്കാൻ വേണ്ടി പറ്റാത്തത്. ഇനി അയ്യപ്പന്മാർ ഈ പറയുന്ന കഠിന വ്രതം 41 ദിവസത്തെ വ്രതം എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 4 ടെക്സ്റ്റിൽ പ്രധാനമായും ഇന്നത്തെ ആചാരം ബേസ് ചെയ്ത ആ 4 ടെക്സ്റ്റിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചത്. അഷ്ടവിധത്തിലുള്ള മൈഥുനത്യാഗം അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീഭൂതനാഥ ഉപാഖ്യാനത്തിൽ അയ്യപ്പൻ പറയുന്നുണ്ട്. ത്യാഗങ്ങളെക്കുറിച്ച് രുദ്രോപനിഷത്തിലും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അയ്യപ്പൻ മണ്ഡലകാല വ്രതം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സന്നിധിയിലെത്തുവാൻ വേണ്ടിയിട്ട് മാല ധരിക്കുന്ന സമയം മുതൽ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്
ഗ്രന്ഥങ്ങളിൽ നിഷ്കർഷിച്ച ഒരു ആചാരമാണ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 8 വിധത്തിലുള്ള മൈഥുനങ്ങളുണ്ട്. അത് ഒരു സ്ത്രീയെ ദർശിക്കുക, അവളെ സ്പർശിക്കുക, സ്ത്രീകളുമായി സംസാരിക്കുക, ഗോപ്യമായ കാര്യങ്ങൾ, വളരെ രഹസ്യമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഗോപ്യ ചിന്തകൾ മനസ്സിൽ ഉണ്ടാവുക, അതുപോലെ സ്ത്രീകളുമായിട്ടുള്ള ഇടപാടുകളിൽ ഏർപ്പെടുക, പിന്നെ കാമോദ്ദീപകമായ സങ്കല്പങ്ങളിൽ പെട്ടുപോവുക, സ്ത്രീയുടെ സമാഗമത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, സ്ത്രീയുടെ സമാഗമത്തിൽ ഏർപ്പെടുക. ഇങ്ങനെ 8 തരത്തിൽ ഉള്ള ഈ ഒരു മൈഥുനങ്ങൾ ത്യജിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് ത്യജിച്ചാൽ ഒരു മനുഷ്യന് 9 തരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കും എന്നാണ് പറയുക. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആയുസ്, തേജസ്, ബലം, വീര്യം, പ്രജ്ഞ, ഐശ്വര്യം, യശസ്, പുണ്യം, സജ്ജന സംയോഗം. ഇതൊക്കെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു അയ്യപ്പ ഭക്തന് ലഭിക്കും എന്നൊക്കെയാണ്. അപ്പം ഇതൊക്കെ ശബരിമല ദർശനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് താനും. കാരണം ശബരിമല സന്നിധാനം എന്ന് പറഞ്ഞാൽ പവിത്രമായ ഒരു സ്ഥലമാണ്. ആ പവിത്രമായ സ്ഥലത്തിൽ നമ്മൾക്ക് ദർശിക്കാൻ വേണ്ടി, യോഗ്യത നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരവും മനസ്സും ഒരു തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടും സാമൂഹിക ക്രമം കൊണ്ടും ഇതൊന്നും വളരെ കൃത്യമായി പാലിക്കുവാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കാറില്ല. അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. കാരണം നമ്മളിന്ന് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാമൂഹികമായ ക്രമത്തിലാണ്. വളരെ നേരത്തെ ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ ആളുകൾക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി. ഈ മാലയിട്ടാൽ, അയ്യപ്പ മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടാൽ തന്നെ 36 തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ പറ്റിയും കൂടെ ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. മാലയിട്ട് ശബരിമല ദർശനം അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ദർശനം കഴിയുന്നത് വരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല, അഭ്യംഗ സ്നാനം ചെയ്യാൻ പാടില്ല, അതായത് എണ്ണ തേച്ചിട്ട് കുളിക്കാൻ പാടില്ല എന്നർത്ഥം. വെറ്റില മുതലായ മുറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, പുകയില, ഇതൊക്കെ നിഷിദ്ധമാണ്. മുകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള 8 തരം മൈഥുനങ്ങൾ ഒഴിവാക്കണം. പിന്നെ കോപം, അസത്യം പറച്ചിൽ, ഹിംസ, ഇതൊക്കെ ഒഴിവാക്കണം, പാടില്ല എന്ന് തന്നെയാണ്. പിന്നെ മരിച്ച കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, ആരെയും പരിഹസിക്കരുത്, അവിഹിതമായി ധനം സമ്പാദിക്കാൻ പാടില്ല, ജാതകർമ്മം, പേരുവിളി പോലെയുള്ള കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അല്പാഹാരം കഴിക്കണം, ലൗകികമായ പദാർത്ഥങ്ങളിലൊന്നും ആസക്തി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പിന്നെ അയ്യപ്പൻ തൻ്റെ ആത്മാവാണെന്ന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ യഥാശക്തി ദാനകർമ്മങ്ങളൊക്കെ നിർവഹിക്കണം. പരദൂഷണം പറയുവാനേ പാടില്ല. 2 സന്ധ്യകളിലും കുളിച്ച് ത്രിപുണ്ഡം ധരിച്ച്, അതായത് ഭസ്മം ധരിച്ച് ശരണം വിളിക്കണം. അതുപോലെ തന്നെ നാമജപം, അതുപോലെ ഭജന, അയ്യപ്പൻ പാട്ട് വിളക്ക്, അതുപോലെ ദേശവിളക്ക്, ഇങ്ങനെയുള്ളവയിലൊക്കെ പങ്കെടുക്കണം. അതിനുള്ള അധികാരമുണ്ട്. സിനിമ, നാടകം പോലെയുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുവാൻ വേണ്ടി പാടില്ല. ആർത്തവം സംഭവിച്ച് സ്ത്രീയുമായി കാണുകയോ തൊടുകയോ അരുത്. ആരെയും നിന്ദിക്കരുത്. അമിതമായി ഉറങ്ങുവാൻ പാടില്ല. മടി പിടിച്ചിരിക്കരുത്. ഈ കാലഘട്ടത്തിൽ ആർക്കു വേണ്ടിയും നമ്മൾ ജാമ്യം നിൽക്കുവാൻ പാടില്ല. ഇങ്ങനെയുള്ള 36ഓളം കാര്യങ്ങൾ ശരിക്കും ഈ ഒരു വ്രതത്തിൽ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും സ്വീകാര്യമാവാൻ തരമില്ല. ഇതിനെ ഈ ഒരു 36 തരം അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന ആ വ്രതത്തെ നമ്മൾ മലനോമ്പ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ ആദ്യമായി മലയ്ക്ക് പോകുന്ന അയ്യപ്പൻ ശരിക്കും 41 ദിവസം, അത് 45 ആണെന്ന് ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. പക്ഷേ മഹാശാസ്ത്ര പൂജാകൽപ്പത്തിൽ വളരെ കൃത്യമായി എഴുതിയത് 51 ദിവസം, 51 ദിവസം വ്രതം നിർബന്ധമാണെന്ന് എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരിൽ നിന്നാണ് ഈ വ്രതത്തിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ആരിൽ നിന്നാണ് ഒരു അയ്യപ്പൻ മാല സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ മാല ധരിക്കേണ്ടത് എന്ന് കൃത്യമായി നിർദ്ദേശം ഉണ്ട്. ഒരു ഗുരുവിൽ നിന്ന് മാല ധരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാം.
അതുപോലെ തന്നെ ഒരു മാലയിട്ട അയ്യപ്പ സ്വാമിയിൽ നിന്നും മാല ധരിക്കാം. അതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളിലുള്ള പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും മാല സ്വീകരിച്ച് ധരിക്കാം. അതുപോലെ ഈ മാല സ്വീകരിക്കുന്ന ദിവസം ശനിയാഴ്ചകളാണെങ്കിൽ അത് അത്യുത്തമം എന്നും കൂടെ പറയും. ഈ നിബന്ധനകളൊക്കെ ഈ ജന്മം നമ്മൾക്ക് പാലിക്കുവാൻ വേണ്ടി സാധിച്ചാൽ, മുകളിൽ പറഞ്ഞതൊക്കെ വളരെ ടഫാണ്, ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതൊക്കെ സാധിച്ചാൽ ഈ ജന്മത്തിൽ തന്നെ നമ്മൾക്ക് ആ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ഗ്രന്ഥം പറയുന്നത്. മാല ധരിക്കുന്ന സമയത്ത് തന്നെ, മാല വാങ്ങിക്കുന്ന സമയത്ത് മുദ്രാധ്യാനം ചെയ്യണമെന്ന് പൂജാകൽപ്പത്തിൽ പറയുന്നുണ്ട്. എന്താണ് ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറഞ്ഞാൽ, ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം ശബര്യാശ്രമ സത്യേന മുദ്രാപാതു സദാവിമേ. ഇതാണ് ഒരു മന്ത്രം. അതിനുശേഷം ഗുരുദക്ഷിണപൂർവാം തസ്യാനുഗ്രഹകാരിണേ ശരണാഗതമുദ്രാഖ്യം തന്മുദ്രാം ധാരയാമ്യഹം ചിന്മുദ്രാം കേചരീമുദ്രാം ഭദ്രമുദ്രാം നമാമ്യഹം ശബര്യാചലമുദ്രായൈ നമസ്തുഭ്യം നമോ നമഃ. ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷമാണ് ഒരു അയ്യപ്പൻ തൻ്റെ ഗുരുസ്വാമിയിൽ നിന്ന് മാല സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ ധരിക്കേണ്ടത്. ആ ധരിക്കുന്ന സമയത്ത് ഗുരുനാഥൻ അയ്യപ്പൻ്റെ മന്ത്രമായ സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രം ശിഷ്യൻ്റെ ഉപദേശിച്ചു കൊടുക്കും. മാലയെ സ്വീകരിച്ച് മന്ത്രോപദേശവും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥന് ദക്ഷിണ സമർപ്പിക്കണം. ഈ സമയത്ത് കൊടുക്കുന്ന ദക്ഷിണ സമർപ്പണം കൂടാതെ മറ്റൊരു6 സ്ഥലത്ത് കൂടെ ശിഷ്യൻ ഗുരുവിന് ദക്ഷിണ സമർപ്പിക്കണം ഈ ശബരിമല യാത്രയുടെ വഴിയിൽ. അതേതൊക്കെയാണെന്ന് നോക്കാം. മാല സ്വീകരിച്ച ദക്ഷിണയ്ക്ക് ശേഷം പിന്നെ ദക്ഷിണ നമ്മൾ കൊടുക്കേണ്ടത് വനയാത്ര തുടങ്ങുന്ന സമയത്താണ്. ശബരിമലയിലേക്കുള്ള വനയാത്ര തുടങ്ങുന്ന സമയത്താണ് അടുത്ത ദക്ഷിണ നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ശേഷം എരുമേലിയിൽ പേട്ട തുള്ളുന്ന സമയത്ത് ദക്ഷിണ സമർപ്പിക്കണം. അവിടെ നിന്ന് നമ്മൾ പേട്ട തുള്ളി മലയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അഴുതയിൽ കല്ല് വാങ്ങുമ്പോൾ ഒരു ദക്ഷിണ ഗുരുനാഥന് സമർപ്പിക്കണം. പിന്നെ നമ്മൾ കരിമലയൊക്കെ കയറി പമ്പയിലെത്തി കഴിഞ്ഞാൽ പമ്പയിൽ നിന്ന് നമ്മൾ കെട്ട് താങ്ങുന്ന സമയത്ത് ദക്ഷിണ കൊടുക്കണം. അതുപോലെ തന്നെ പടി വിട്ട് ഇറങ്ങി, അതായത് വരുന്ന സമയത്ത് പടി വിട്ടിറങ്ങി അവിടെയും കെട്ട് താങ്ങുന്ന സമയത്ത് ദക്ഷിണ കൊടുക്കണം. പിന്നെ അവസാനം ഉള്ള ദക്ഷിണാക്രമം സ്വന്തം ഗൃഹത്തിൽ മടങ്ങി വന്ന് മാല ഊരുന്ന സമയത്ത് ഗുരുനാഥന് ദക്ഷിണ കൊടുക്കും. ഇങ്ങനെ 7 സ്ഥലത്താണ് ശരിക്കും ഗുരുവിന് ദക്ഷിണ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മാല സ്വീകരിച്ച് ഈ മന്ത്രമൊക്കെ ജപിച്ച് മുദ്രാധ്യാനം ചെയ്ത് ഗുരുവിന് ദക്ഷിണ സമർപ്പിച്ച് ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച ഒരു അയ്യപ്പ ഭക്തൻ ആ ദിവസം മുതൽ, ആ മാല ധരിച്ച ദിവസം മുതൽ സംശുദ്ധനാണ്. അയാളെ ഭൂതഗണങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. എന്തിനാണ് ആ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, ആളുടെ മനസ്സിലേക്ക് തള്ളി വരുന്ന അഷ്ടരാഗങ്ങളുടെ ആക്രമണങ്ങൾ. എന്താണ് അഷ്ടരാഗങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശോധിച്ചതാണ്. അഷ്ടരാഗങ്ങൾ എന്താണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംബ്, അസൂയ. ഈ 8 രാഗങ്ങളാണ് ഒരു മനുഷ്യന് ആത്മസാക്ഷാത്കാരത്തിന്, നമ്മുടെ മനസ്സിന് മാനസികമായി നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ പാതയിൽ നിന്ന്, ആധ്യാത്മിക പാതയിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തി കൊണ്ടുപോകുന്ന ഈ ഒരു 8 വൈരികൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ 8 വൈരികളാണ് ഈ അഷ്ടരാഗങ്ങൾ. ഈ 8 അഷ്ടവൈരികളിൽ നിന്ന് ധർമ്മശാസ്താവിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ മാല ധരിച്ച അയ്യപ്പനെ സദാ സംരക്ഷിക്കും. അയാളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ഈ അഷ്ടവൈരികളെ തടഞ്ഞ് വയ്ക്കും. അതുമാത്രമല്ല, ഇതോടുകൂടി തന്നെ ആ അയ്യപ്പൻ്റെ ഉള്ളിലുള്ള മലിനോർജ്ജം ഇല്ലാതാകുവാൻ വേണ്ടി തുടങ്ങും. മലിനോർജ്ജം ഇല്ലാണ്ടാകുവാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്?
നമ്മൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ജപിക്കാനിരിക്കുന്ന ആളുകളാണല്ലോ. ആ സമയം ഇപ്പോൾ വിഷ്ണു സഹസ്രനാമമായാലും ശിവസഹസ്രനാമോ, ദുർഗ, ഭദ്രകാളി, ഇങ്ങനെ ലളിതാ സഹസ്രനാമം, ഇതൊക്കെ നമ്മൾ ജപിക്കാനിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും ജപിക്കാനിരിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് അതിൽ പുരോഗതി കൈവരുന്ന സമയം തന്നെ നമ്മൾക്ക് തോന്നും ഇനി എത്ര പേജ് ഉണ്ട്, ഇത് തീരാനായോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങും. ആ ഉടലെടുക്കാൻ തുടങ്ങുന്ന സമയം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ, പൂർവ്വജന്മങ്ങളിൽ ആർജിച്ച് വെച്ച ഈ ഇങ്ങനെയുള്ള മലിനോർജ്ജം അല്ലെങ്കിൽ നകാരാത്മകമായ ഊർജം നമ്മളെ വിട്ടു പോവാൻ വളരെ 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 മടി കാണിക്കും. നമ്മൾ ആധ്യാത്മിക പാതയിൽ മുന്നേറാൻ നോക്കുമ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള ചിന്തകൾ പിറകോട്ട് വലിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന സമയം കോട്ട് വായിടാം. ഇതൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മലിന ഊർജം പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതായി തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ മാലയിട്ടൊരു ഭക്തനിൽ എളുപ്പം സംഭവിക്കും. അപ്പം ഇത് മാല സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ മാല ഊരുന്ന സമയത്ത് അതിന് വ്രതമോചനം എന്നാണ് നമ്മൾ പറയാം. അതിനൊരു സങ്കല്പം പറയുന്നുണ്ട്. എന്താണ്? അപൂർവം അചലാരോഹ ദിവ്യദർശന കാരണ ശാസ്ത്രമുദ്രാത്മക ദേവ ദേഹിമേ വ്രതമോചനം എന്ന് ജപിച്ചുകൊണ്ട് നാളികേരമുടച്ച് വ്രതമോചനം ചെയ്യണമെന്നാണ് ശാസ്ത്രകൽപ്പത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാല ധരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ചൊല്ലേണ്ട മന്ത്രം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ദക്ഷിണ സമർപ്പിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെ അഷ്ടമൈഥുനങ്ങൾ ഒഴിവാക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഒഴിവാക്കിയാൽ നമ്മൾക്ക് കിട്ടുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്തുകൊണ്ടാണ് വൃശ്ചിക മാസത്തിൽ തന്നെ അയ്യപ്പ മലയ്ക്ക് പോകാനുള്ള കാരണം എന്ന് നമ്മൾ പരിശോധിച്ചു. കാരണം അത് ഈ പറയുന്ന പോലെ ദേവലോകത്തുള്ള ബ്രാഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തമാണ് ഉത്തരായനത്തിന് തൊട്ട് മുമ്പുള്ള ഈ വൃശ്ചിക മാസം തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ താത്വികപരമായി നമ്മൾ അവലോകനം ചെയ്തതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് നമ്മളിത് കൃത്യമായും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇതാണ് ആചാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സംക്ഷിപ്തമായ ഒരു എത്തിനോട്ടം. ഇനിയുണ്ട് ആചാരങ്ങൾ. വരുന്ന വഴി ഓരോ ക്ലാസ്സിൽ നമ്മൾക്ക് ഓരോന്നോരോന്നെടുത്ത് നമുക്കിനി പേട്ടതുള്ളലിനെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെയ്ത്തേങ്ങൻ്റെ സങ്കല്പത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് ഇതുപോലെ ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിക്കും. ഇനി നമ്മൾ അയ്യപ്പനെ കുറിച്ച് തത്വം അവലോകനം ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിൽ രണ്ട് കക്ഷികൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് അസ്തിത്വങ്ങൾക്കിടയിൽ തുടർച്ചയായ യുദ്ധം നടക്കുന്നുണ്ട്. അതെങ്ങനെയെന്നും ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ പോരാട്ടമാണ് ഏറ്റവും അനുയോജ്യരായവരുടെ നിലനിൽപ്പ്. അതായത് നമ്മൾ പറയാറില്ല സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കാരണം പ്രകൃതിയിൽ എന്നും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എന്നും ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കും രണ്ട് കക്ഷികൾക്കിടയിൽ. ആ പോരാട്ടത്തിൽ അനുയോജ്യരായവർ, ഫിറ്റസ്റ്റ് ആയ ആൾക്കാർ, അവർ നിലനിൽക്കും. അങ്ങനെ അവർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ സുസ്ഥിരമായ പ്രവർത്തനവും മാറ്റങ്ങളും പരിണാമം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ഈ പറയുന്ന തുടർച്ചയായ രണ്ട് കക്ഷികൾക്കിടയിൽ, രണ്ട് അസ്തിത്വങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന യുദ്ധമാണ്. ആ യുദ്ധം എങ്ങനെയാണ് നടക്കുന്നത്? ആ യുദ്ധത്തിനൊടുവിൽ ഏറ്റവും ഫിറ്റസ്റ്റായ ആൾക്കാർ സർവൈവ് ചെയ്യും. അവർ സർവൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ സുസ്ഥിരമായ ഒരു പ്രവർത്തനം ഉണ്ടാവും. ആ പ്രവർത്തനം വഴി പ്രപഞ്ചത്തിൽ പരിണാമങ്ങൾ സംഭവിക്കും. പക്ഷെ ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഭാരതം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചിന്താധാര, ഋഷിമാരടങ്ങുന്ന ആ സമൂഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദേവന്മാരായിട്ടും അസുരന്മാരായിട്ടും പുരാണങ്ങളായിട്ടും ഇതിഹാസങ്ങളായിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടാണ് ഈ ഒരു സിദ്ധാന്തം
ലോകത്തിന് മുമ്പിൽ ഭാരതം അവതരിപ്പിച്ചത്. ഇപ്പം പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നിരന്തരമായ ഈ പോരാട്ടം ഇല്ലെങ്കിൽ എല്ലാ അസ്തിത്വത്തിനും ഒരു നിരന്തരമായ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. ശരിക്കും ഒരു നിശ്ചയം ഉണ്ടാവില്ല, നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളെ ജീവിതത്തിൽ എപ്പോഴാണ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ ഒക്കെയാണ് നമ്മുടെ കഴിവ് പുറത്തെടുക്കുക. അപ്പോൾ എപ്പോഴും ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ഒരു അസ്തിത്വത്തിന് ഒരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിരന്തരമായ പോരാട്ടം നടന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നടക്കണം. വിരസതയുടെയും അലംഭാവത്തിൻ്റെയൊക്കെ ഒരു ബോധം നമ്മുടെ പുരോഗതിക്കും നമ്മുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ പ്രതികൂലമായിട്ടാണ് മാറുക. അതായത് വിരസത, അലംഭാവത്തിൻ്റെയും ഒരു ബോധമുണ്ട് നമുക്ക് എപ്പോഴും. ആ വിരസത വരുന്നത് എന്താണ്? നമ്മൾ സദാ എന്താ പറയുക, നമ്മൾ വളരെ ഒരു ലക്ഷൂറിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിടികൂടുന്ന ഒരു ഭാവമാണ് അലംഭാവത്തിൻ്റെയും വിരസതയും. ആ ബോധം നമ്മുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും വികസനത്തിനും പ്രതികൂലമായിട്ട് നിൽക്കും. പക്ഷെ എന്നിരുന്നാലും അത്തരം ഓരോ പോരാട്ടത്തിൻ്റെയും അന്തിമ ഫലം ഏറ്റവും മികച്ച വശം ആയ ആൾക്കാർ, അവരെയാണ് നമ്മൾ ദേവന്മാരെന്ന് വിളിക്കുക. അവരാണ് വിജയിക്കുന്ന തരത്തിലുണ്ടാവുക. നമ്മൾ എപ്പോഴും ഈ പോരാട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ ഏറ്റവും മികച്ചതായ ആൾക്കാരാണ്. അത് ദേവന്മാരായിരിക്കും. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങളൊക്കെ പാലിക്കുവാനും ക്രമത്തിനുള്ളിൽ ഉള്ളതും പ്രപഞ്ചത്തിൻ്റെ ക്രമം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും തങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ വിധ്വംസങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങളും ഒക്കെ കീഴടക്കുകയും പ്രാബല്യത്തിൽ തുടരുകയും ചെയ്യും. ഇതാണ് ദേവന്മാരുടെ ഒരു ഗുണം. അല്ലെങ്കിൽ ആ ഫിറ്റസ്റ്റായ ആൾക്കാർ ജയിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിന് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങൾ ഇവർ പാലിക്കും. ഈ ദേവന്മാരായ ആളുകൾ പാലിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമമുണ്ട്, ഒരു ക്രമമുണ്ടല്ലോ, ആ ക്രമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ ക്രമത്തെ നിലനിർത്താൻ സഹായിക്കും. ഈ ക്രമത്തിനെതിരെ വരുന്ന അക്രമങ്ങളൊക്കെ ഇവർ എതിർത്ത് തോൽപ്പിക്കും. എന്നിട്ട് വളരെ ശക്തിമാന്മാരായി ഒരു പ്രബലമായ ബലത്തോടുകൂടെ അവർ തുടരുകയും ചെയ്യും. ഇതാണ് ശരിക്കും ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തിൻ്റെ തത്വമാണ് ശരിക്കും. ഈ മഹിഷനും അല്ലെങ്കിൽ മഹിഷിയും അയ്യപ്പനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അസുരന്മാർ എന്നുള്ള ആ ഒരു ഗണത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞ ദേവന്മാർ, അസുരന്മാർ, ആ അസുരന്മാരുടെ ഗണത്തെയാണ് ശരിക്കും മഹിഷൻ, മഹിഷി എന്ന് പറഞ്ഞ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവർ പ്രതിനിധീകരിക്കുന്ന ഒരു സ്വഭാവ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കലഹം ആണ്. അത്തരം കലഹം, ദേവന്മാരുമായിട്ട് നിരന്തരമുള്ള കലഹത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മഹിഷനും മഹിഷിയും, അവരുടെ ഗുണങ്ങൾ. ഈ കലഹം തന്നെയാണ് അയ്യപ്പൻ എന്ന വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആ അവതാരത്തിൻ്റെ തുടക്കം, ജീവിത കഥയുടെ തുടക്കം തന്നെ ഈ ഒരു യുദ്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം അസുരൻ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അസുരൻ എന്ന വാക്ക് ശരിക്കും വന്നത് അസു എന്ന ധാതുവിൽ നിന്നാണ്. അസു എന്ന് പറഞ്ഞാൽ ജീവനോടെ അല്ലെങ്കിൽ ആത്മാവോടെ പൂർണ്ണമായി പ്രകടമായത്. ആ അസു എന്ന വാക്കിൻ്റെ കൂടെ രാ എന്ന പ്രത്യയം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ അവസാനം ചേർക്കുന്ന, ഒടുവിൽ ചേർക്കുന്ന പദം. രാ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക അല്ലെങ്കിൽ കൈവശപ്പെടുത്തുക. അതിനാൽ അസുരൻ എന്ന് പറഞ്ഞാൽ ചൈതന്യത്താൽ തിളങ്ങുക, ഉയർന്ന ചൈതന്യം കൊണ്ട് എന്തിനെങ്കിലും കൈവശപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ധർമ്മശാസ്താവ്, ഈ അസുരന്മാരുണ്ടായ സ്ഥലത്ത് ധർമ്മശാസ്താവ് എന്തിനാണ് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയുടെ ക്രമത്തെ നേരാവണ്ണം നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഹരിയും ഹരനും ഒന്നിച്ചിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് പ്രകൃതിയുടെ ക്രമത്തിന് വിരുദ്ധമായി കാണുന്ന ഒരു സംഗമമാണ് അല്ലേ? പുരുഷനും ചേർന്ന് ഒരാളുണ്ട്. കാരണം ഹരി എന്ന് പറയുന്ന വിഷ്ണുവും ഹരൻ എന്ന് പറയുന്ന ശിവനും പ്രകൃതിയിൽ രണ്ടുപേരും മാസ്കുലിൻ ആയ തത്വങ്ങളാണ്, പുല്ലിംഗ ശബ്ദം ഉള്ള തത്വങ്ങളാണ്, അല്ലെങ്കിൽ പ്രകൃതമുള്ള തത്വങ്ങളാണ്. എന്നിരുന്നാലും
ക്രമത്തിന് അതീതമായിട്ടുള്ള ഒരു സന്ദർഭം, അല്ലെങ്കിൽ ക്രമത്തിന് അതീതമായി പോകുന്ന ഒരു സന്ദർഭത്തിന് മാത്രമേ നിയന്ത്രണാതീതമായ ക്രമത്തിൽ നിന്നു പോവാനോ അല്ലെങ്കിൽ വാഴുവാനോ അല്ലെങ്കിൽ ആ തകിടം മറിഞ്ഞ് ആ ക്രമത്തെ പുനഃസ്ഥാപിക്കുവാനോ കഴിയുന്നുള്ളൂ. ഒന്നുകൂടെ പറയാം, പരസ്പര വിരുദ്ധമായിട്ട് കാണപ്പെടുന്ന ഒരു സംഘമാണ് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഹരിഹരപുത്രൻ്റെ കാര്യത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് അസ്തിത്വങ്ങളും പുല്ലിംഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ രണ്ട് തത്വങ്ങളും പുല്ലിംഗമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അത് ക്രമത്തിന് വിരുദ്ധമായിട്ട്, പ്രകൃതിയുടെ ക്രമത്തിന് വിരുദ്ധമായി പോകുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ നിയന്ത്രണാതീതമായ ക്രമത്തിൽ അത് പുനഃസ്ഥാപിക്കുവാൻ, അതായത് നമ്മൾ ഒരു ഔട്ട് ഓഫ് ഓർഡറായി പോകുന്ന ഒരു സ്ഥലത്ത് അത്രയും ശക്തിമത്തായ ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ശക്തിക്ക്, അങ്ങനെയുള്ള ശക്തി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്രമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമം തന്നെ, ആ പ്രപഞ്ചത്തിൻ്റെ ഋതു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ്, ആ ക്രമം തന്നെ അപകടത്തിലാവുന്ന സമയത്ത് പ്രതിവിധി, സൊല്യൂഷൻ എന്തായിരിക്കും? അതിനപ്പുറത്തായിരിക്കും സൊല്യൂഷൻ. അപ്പോൾ പ്രപഞ്ചത്തിലുടനീളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്രമം, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ധർമ്മം എന്ന് വിളിക്കുക. ധർമ്മം പ്രപഞ്ചത്തിൻ്റെയും പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും സ്വഭാവമാണ് ശരിക്കും ധർമ്മം. മനുഷ്യൻ്റെ മാത്രമല്ല സ്വഭാവം ധർമ്മം, എല്ലാത്തിൻ്റെയും, പ്രപഞ്ചത്തിലെ എല്ലാ അസ്തിത്വത്തിൻ്റെയും കടമയാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവ ഗുണമാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതമാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ക്രമത്തെയാണ് നമ്മൾ ശരിക്കും ധർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു വ്യക്തി ഈ നഷ്ടപ്പെട്ടു പോയ ക്രമത്തെ പുനഃസ്ഥാപിക്കുന്നത്? അവിടെയാണ് ശാസ്താവിൻ്റെ വിശേഷത അല്ലെങ്കിൽ സവിശേഷത. പദമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാൻ പറ്റും, ശാസ്ത്രം, ശാസ്താവ്, ഒരു ക്രമം, ഇങ്ങനെയാണത് വരുന്നത് അല്ലെ? ശാസ്താവ് അല്ലെങ്കിൽ ശാസ്ത്രം, ശാസ്താവ്, ക്രമം. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ പദാനുപദം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് പരിശോധിക്കുമ്പോൾ വളരെ രസകരമായി തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണ്? കാഞ്ചിയിലെ ശങ്കരാചാര്യരായിരുന്ന ജഗദ്ഗുരു ചന്ദ്രശേഖര സരസ്വതി പരമാചാര്യൻ ഈ ശാസ്ത്രത്തെ നിർവചിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം വിശദീകരിച്ചത് ആജ്ഞ അല്ലെങ്കിൽ കൽപ്പന എന്നാണ്. ഇതൊരു ശാസന പോലെയാണ് എന്നാണ് നിയമം. ഏത്? ശാസ്ത്രം എന്നുള്ളത് ഒരു ശാസനയാണ്. അപ്പോൾ ശാസനം എന്നാൽ പരിപാലനം ചെയ്യുക, നിർവഹിക്കുക, നിയന്ത്രിക്കുക, ഒരു ക്രമത്തെ നിലനിർത്തുക. ധർമ്മത്തിൻ്റെ പാതയിൽ യുധിഷ്ഠിരനോട് നമ്മൾ ഈ ക്രമത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിഹാസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ്? ധർമ്മത്തിൻ്റെ പാതയിൽ യുധിഷ്ഠിരനോടുള്ള ഭീഷ്മരുടെ ഉപദേശങ്ങളുണ്ട്. മഹാഭാരതത്തിലെ 18 പർവ്വങ്ങളിലെ ഒരു പർവ്വം, അനുശാസന പർവ്വം. അവിടെ മനുഷ്യരാശിയെ അച്ചടക്കത്തോടെ നിലനിർത്താനും സ്വാഭാവികമായും സാർവത്രികവുമായ ക്രമമായ ധർമ്മത്തിൻ്റെ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത കൽപ്പനകളായി ശാസ്ത്രത്തെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മം എന്താണെന്നുള്ളത് ഈ പറയുന്ന മഹാഭാരതമാകുന്ന ഇതിഹാസത്തിൽ നമുക്ക് വളരെ വ്യക്തമായി എന്താണ് ധർമ്മം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പരാമർശമുണ്ട്. പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മൂലകങ്ങൾ അല്ലേ, ആ മൂലകങ്ങളുടെ ദിവ്യതത്വമായ ശിവൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെയും ക്രമത്തിൻ്റെ ദൈവതത്വമായ വിഷ്ണുവിൻ്റെയും പുത്രനായ ശാസ്താവ്. അപ്പോൾ അച്ഛനായ ശിവന് എന്താണ് റോള്? ക്രമത്തിൻ്റെ അല്ലെങ്കിൽ മൂലകങ്ങളുടെ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ദിവ്യതത്വമാണ് ആര്? ശിവൻ. കാരണം ശിവനിൽ നിന്നാണ് എല്ലാം ഉടലെടുക്കുന്നത്. അപ്പോൾ ആ ഉടലെടുക്കുന്നതിനെ ഒരു ക്രമത്തിലാക്കി, അതുകൊണ്ടാണ് ക്രമത്തിൻ്റെ ദൈവിക തത്വമാണ് വിഷ്ണു. ഈ 2 പേരുടെയും പുത്രനാണ് ശാസ്താവ്. അദ്ദേഹമാണെങ്കിലോ ഭൂതഗണനാഥനാണ്, ഈ പറയുന്ന മൂലകങ്ങളുടെ ഗണനാഥനാണ്. അപ്പോൾ ഈ ക്രമം പാലിക്കുന്നതിനുള്ള പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ശാസ്താവ്. ശാസ്താവിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൂലകങ്ങളുടെ അധിപതിയായ ശിവനും
അതുപോലെ ഈ ക്രമത്തിൻ്റെ ഓർഡറിൻ്റെ ദൈവതത്വമായ വിഷ്ണുവിൻ്റെയും പരിപാലിക്കുക എന്നുള്ളത് ഒരു ഓർഡർലി മെയിൻറ്റെയിൻ ചെയ്യാന്നാണ്. ആ ഓർഡർലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ തത്വത്തിൻ്റെ അധിഷ്ഠാത്രി ദേവത അല്ലെങ്കിൽ ദൈവിക തത്വമായ വിഷ്ണുവിൻ്റെയും പുത്രൻ, ഇവർ രണ്ടുപേരുടെയും പുത്രനായ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ ഭൂതഗണനാഥനാണ്. ഈ ക്രമം, പ്രപഞ്ചത്തിൻ്റെ ഈ ക്രമം പരിപാലിക്കുന്നതിൽ തൻ്റെ പങ്ക് വഹിക്കുന്ന ആളാണ് ആര്? ശാസ്താവ്. അപ്പോൾ പലപ്പോഴും ദിവ്യതത്വമായ ശിവൻ്റെ ഈ ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത് ദിവ്യതത്വമായ ശിവൻ്റെ സംഘങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ശാസ്താവ് ശാസനം ചെയ്യാനും പ്രകൃതിയുടെ രോഷത്തിൽ നിന്ന് പ്രകൃതിദത്തമായ ഘടകങ്ങളിൽ നിന്നും ഗ്രാമങ്ങളെ സംരക്ഷിക്കാനും കാവൽ നിൽക്കുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഗ്രാമദേവതാ രൂപത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്ന രൂപത്തെ നമ്മൾ ശരിക്കും, അല്ലെങ്കിൽ ആ വേഷത്തെ നമ്മൾ ശരിക്കും അയ്യനാർ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ധർമ്മശാസ്താവ് വരുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഒരു ധർമ്മം, ധാർമ്മികമായ ഒരു ഓർഡർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു രൂപഭാവം എവിടെയാണെന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളെ സംരക്ഷിക്കുവാനും ഗ്രാമങ്ങളിൽ കാവൽ നിൽക്കുന്നതുമായ ഒരു ദേവതയായി കാണപ്പെടുന്നുണ്ട്. ഈ വേഷത്തിലാണ് അദ്ദേഹത്തെ അയ്യനാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയ്യനാർ, ശാസ്ത്രസങ്കല്പത്തിൽ അയ്യനാർ ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾക്ക് ആ പദം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ശാസ്താവ്, ശ്രേഷ്ഠത എന്ന ഒരു കണക്ടിവിറ്റി കാണാം. ശാസ്താവിൻ്റെ അടിസ്ഥാന രൂപമായ മൂലരൂപം ശസ്തം എന്ന് പറയുന്നതാണ്. അതായത് മികവുള്ള ഒന്നിനെയാണ് ശരിക്കും ശസ്തം എന്ന് പറയുന്നത്. ആ മികവിന് അല്ലെങ്കിൽ ശസ്ത എന്ന മൂല ധാതുവിൽ നിന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന വാക്കുകൾ വരുന്നത്. അതെന്തൊക്കെയാണ്? ശാസ്ത്രം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ മികവ് നേടാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉൾക്കൊള്ളുന്ന ഒരു ശാഖയാണ്. അതെങ്ങനെ മികവ് പുലർത്തണം എന്ന് നയിക്കുന്നത്, അതുപോലെ തന്നെ ഒരാളെ അറിവ് കൊണ്ട് സജ്ജരാക്കുന്നത്, അങ്ങനെ ക്രമത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് ശരിക്കും എന്ത്? ധർമ്മം. അപ്പോൾ ശാസ്ത്രം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ മികവ് നേടാം എന്നുള്ള അറിവ് ഉൾക്കൊള്ളുന്നു. അതുപോലെ എങ്ങനെ മികവ് പുലർത്തണം എന്ന കാര്യത്തിലേക്ക് നയിക്കുന്നത്, അതുപോലെ ഒരാളെ അറിവ് കൊണ്ട് സജ്ജരാക്കുക, അത് ക്രമത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് ആണ് ഈ പറയുന്ന ശാസ്ത്രം. അതിനെയാണ് നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ ധർമ്മം എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു പദം എടുത്ത് നോക്കൂ, ശാസ്ത്രി. ശാസ്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? മികവ് പുലർത്തുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മികവ് പുലർത്തേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളെയാണ് നമ്മൾ ശാസ്ത്രി എന്ന് വിളിക്കുക. ഇനി അടുത്ത പദം നോക്കൂ, ശസ്ത്രം. ശസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശസ്ത്രം. അതായത് കൈകൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളെയാണ് നമ്മൾ അസ്ത്രശസ്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ശസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രം, അതുപോലെ തന്നെ ശാസ്ത്രി, ശസ്ത്രം. ഇനി അടുത്ത പദമാണ് ശാസ്താവ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേഷ്ഠൻ, സുസജ്ജമായവൻ, അതുപോലെ വഴി കാട്ടാൻ വേണ്ടി കഴിയുന്നവൻ, വഴി കാണിക്കുന്നവൻ. ഇത് തന്നെയാണ് ശരിക്കും ആര്? ശാസ്താവ്. അപ്പോൾ അങ്ങനെ ധർമ്മശാസ്താവ് ധർമ്മത്തിലേക്കുള്ള വഴി കാണിക്കുകയും ആളുകളെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുകയും സമൂഹത്തിൽ ഒരു ക്രമം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ആളിനെയാണ് ശരിക്കും ശാസ്താവ് അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ ഈ ക്ലാസ്സിൽ, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്നൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്തുകൊണ്ടാണ് ശബരിമല തീർത്ഥാടനത്തിന് വൃശ്ചിക മാസം തന്നെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ പരിശോധിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ പരിശോധിച്ച കാര്യം എന്താണ്? എന്തൊക്കെയാണ് മഹാശാസ്ത്ര പൂജാകൽപ്പം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് പറയുന്നത്. അവിടെ നമ്മൾ 36 തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ പറ്റി പഠിച്ചു.
അതിൽ പ്രത്യേകമായി പറയുന്ന എന്താ പറയുക, മൈഥുനത്യാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ആരിൽ നിന്ന് മാല എങ്ങനെ സ്വീകരിക്കണം, ആ മാല സ്വീകരിക്കുന്ന സമയത്ത് ജപിക്കാനുള്ള മന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഗുരുവിന് എത്ര തരത്തിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ച് എത്ര ആവർത്തി ദക്ഷിണ സമർപ്പിക്കണം അതൊക്കെ നമ്മൾ നോക്കി. അതുപോലെ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാല ഊരുന്നതിനുള്ള ചടങ്ങ് അത്രയും നമ്മൾ നോക്കി. പിന്നെയാണ് നമ്മൾ തത്വത്തിലേക്ക് കടന്നത്. തത്വത്തിലേക്ക് ഈ പറയുന്ന പോലെ നിരന്തരമായ ഒരു യുദ്ധം പശ്ചാത്തലത്തിൽ നടക്കുന്നതും അത് എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ക്രമം നിലനിർത്താൻ സഹായിക്കുന്നതെന്നും അതുവഴി നമ്മൾ മഹിഷയും അയ്യപ്പനും തമ്മിൽ നിലനിന്നിരുന്ന ഈ സ്പർദ്ധ, അതുപോലെ തന്നെ അസുരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അതുപോലെ ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകൃതിയിൽ ഒരു ക്രമം ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ച അല്ലെങ്കിൽ അവതാരം എടുത്ത ഒരു പുരുഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ശാസ്താവിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, അതിൽ ഈ പറയുന്ന ശാസ്താവ്, ശ്രേഷ്ഠത എന്ന വാക്കുകൾ കൊണ്ട് നമ്മൾ പല വാക്കുകളെയും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. അതിലാണ് നമ്മൾ ശാസ്ത്രം, ശാസ്ത്രി, ശസ്ത്രം, ശാസ്താവ് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പോൾ അവസാനം നമ്മൾ വന്ന് എത്തി നിൽക്കുന്ന പൊസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ധർമ്മശാസ്താവ് അല്ലെങ്കിൽ ശാസ്താവ് ധർമ്മത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ആളാണ്. അങ്ങനെ ധർമ്മത്തിലേക്കുള്ള വഴി കാണിക്കുകയും ആളുകളെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരികയും സമൂഹത്തിൽ ഒരു ക്രമം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ധർമ്മശാസ്താവിനെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. എന്നത്തെയും പോലെ തന്നെ ഇന്നും നിങ്ങളോട് പറയുന്നത് പരമാവധി നിങ്ങളെല്ലാവർക്കും ഈ ഒരു തത്വജ്ഞാന പരമ്പര, ധർമ്മശാസ്താവ് എന്ന ആ ഒരു അസ്തിത്വത്തെ അറിയാനുള്ള ഒരു പരമ്പരയാണ്. പരമാവധി ആളുകൾക്ക് ഇതൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.